ഗൈഡൻസ് ആണ്. അപ്പോൾ ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അർഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പ്രണയ ജീവിതമുണ്ടല്ലോ, അത് പോസിബിൾ ആണ്. നിങ്ങൾക്കൊരു സംശയമാണ്, അതുണ്ടാവോ, ഇനി എൻ്റെ ആഗ്രഹങ്ങളൊക്കെ കുറച്ച് കൂടുതലാണോ, ഞാൻ കോംപ്രമൈസ് ചെയ്യണോ, അങ്ങനത്തെ കുറച്ച് ചിന്തകളൊക്കെ ആയിട്ട് കൺഫ്യൂസ്ഡ് ആയിട്ട് കാണുന്നുണ്ട്. അതല്ല സംഗതി, അത് പോസിബിൾ ആണ്. ഓക്കെ, ആ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക്, റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഹെൽത്തി കണക്ഷൻ പോസിബിൾ ആണ്. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാവും എൻ്റെ ചുറ്റും ആരിലും അത് കാണുന്നില്ല, അപ്പോൾ ഞാൻ ചിലപ്പോൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുമായിരിക്കും, എൻ്റെ ഈ ആഗ്രഹങ്ങളൊക്കെ വെറുതെ ആയിരിക്കുമെന്ന്. അങ്ങനെയല്ല. ഓക്കെ, അതിനെന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം തന്നെ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്, എന്താണ് നിങ്ങളുടെ പ്രയോറിറ്റി, ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ആദ്യം തന്നെ ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, അത്തരത്തിലുള്ള റിലേഷൻഷിപ്പിനെ മാത്രം സ്വീകരിക്കുക. ഇപ്പോൾ ഒരു വ്യക്തി വരികയാണ്, പക്ഷെ അവർ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയല്ല ട്രീറ്റ് ചെയ്യണത്, നിങ്ങളെ വളരെ ഒരു എന്താ പറയുക, ഒരു ഇൻഫീരിയർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാളും ഒരു വളരെ മോശമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ അത് സഹിച്ചു നിൽക്കാതിരിക്കുക. ഓക്കെ, ഡിഗ്നിറ്റി, സെൽഫ് റെസ്പെക്ട് അവിടെ കാണിക്കുക, നിങ്ങൾ ആ ബന്ധത്തിനെ അവിടെ അവസാനിപ്പിക്കുക. അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള കണക്ഷൻസ്, അത് ഫ്രണ്ട്ഷിപ്പിലാണെങ്കിലും റിലേഷൻഷിപ്പ്, ബാക്കി എന്ത് റിലേഷൻഷിപ്പിലാണെങ്കിലും ആരെങ്കിലും നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റിനെ എന്താ പറയുക മുറിവേൽപ്പിക്കുന്ന, നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുന്ന തരത്തിൽ പെരുമാറുമ്പോൾ അതിനെ സഹിച്ച് ക്ഷമിച്ച് നിൽക്കുമ്പോൾ നിങ്ങൾ എന്താണ് കൊടുക്കുന്ന മെസ്സേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് എന്നെ കുറച്ച് വേദനിപ്പിച്ചാലും എൻ്റെ സെൽഫ് റെസ്പെക്റ്റിനെ മുറിപ്പെടുത്തിയാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കോളും, എനിക്ക് അത്രയൊക്കെ വാല്യൂ ഉള്ളൂ എന്നുള്ള ഒരു മെസ്സേജാണ് നിങ്ങൾ യൂണിവേഴ്സിലേക്ക് കൊടുക്കുന്നത്. അപ്പൊ എന്തുണ്ടാവും എന്ന് വെച്ചാൽ, നിങ്ങൾ അതുപോലുള്ള ബന്ധങ്ങളെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുക. മനസ്സിലായോ? അപ്പൊ ആരും ആയിക്കോട്ടെ, പക്ഷെ നിങ്ങളുടെ ആ ഒരു സെൽഫ് റെസ്പെക്റ്റിനെ മുറിവേൽപ്പിക്കുന്ന, നിങ്ങളെ ഒരു ഇൻസൾട്ട് ചെയ്യുന്ന പോലെ, അവഹേളിക്കുന്ന പോലെ പെരുമാറിയാൽ അവിടെ നിങ്ങൾ കൃത്യമായി പ്രതികരിക്കണം. പ്രതികരിക്കുക മാത്രമല്ല, ആ വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് പേര് വേണ്ട ജീവിച്ചു പോകാനായിട്ട്. ആ കോ ഡിപ്പെൻഡൻസി ഇഷ്യൂ, എനിക്ക് ആരെങ്കിലും ഇല്ലാണ്ട് എൻ്റെ ജീവിതം സുഖമല്ല, എനിക്ക് ഫ്രണ്ട്സ് ഉണ്ടായാലേ എനിക്ക് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ, എനിക്കൊരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ എൻ്റെ ലൈഫ് കൂടുതൽ കളർഫുൾ ആകുള്ളൂ, അങ്ങനത്തെ ചിന്തകളൊക്കെ മാറ്റണം. അതൊട്ടും ഹെൽത്തി അല്ല. നമ്മുടെ സന്തോഷം, നമ്മുടെ ജീവിതത്തിന്റെ ആ ഒരു ആനന്ദമൊന്നും മറ്റൊരാളില് അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യത്തിൽ, മറ്റൊരു കാര്യത്തിൽ നമ്മൾ ഇന്നെ അറ്റാച്ച് ചെയ്ത് വെക്കാൻ പാടില്ല. അത് ഹെൽത്തി അല്ല. നമ്മൾ എവിടെ ആയിരിക്കുന്നു, നമ്മുടെ സ്വന്തം എനർജി, നമ്മുടെ സ്വന്തം കമ്പനിയിൽ നമ്മുടെ ജീവിതം നമുക്ക് ആസ്വദിക്കാനും ജീവിതത്തിന്റെ ആനന്ദം അനുഭവിക്കാനും നമുക്ക് സാധിക്കണം. അത് പ്രാക്ടീസ് ചെയ്ത് തന്നെയാണ് നമുക്കത് എന്താ പറയുക ശീലിച്ചെടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ അത് ചെയ്യണം. ഓക്കെ, അത് ചെയ്യാനായിട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് എഫേർട്ട് എടുക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ കമ്മിറ്റ്മെന്റ് തരുന്ന, നിങ്ങളോട് അത്രയും ആ ഒരു വിശ്വാസ്യതയുള്ള, ഓക്കെ, ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള, നിങ്ങൾ ആ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് ഉള്ള, ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഉള്ള ഒരു സോൾമേറ്റ് കണക്ഷൻ, ഒരു പാർട്ട്ണറെ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ.